നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനാമികയും വേണും കൂടെ സംസാരിക്കണ സമയത്ത് അനാമിക വേണുവിനോട് പറഞ്ഞു, അച്ഛ എന്താണെങ്കിലും ഉറപ്പായിട്ട് ഈ പറയുന്ന എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ മതിയാവുള്ളൂ. മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ നവീൻ വക്കീലിന്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയല്ലേ മനസ്സിലായത്. അതെ മോളെ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, നമുക്ക് കുറച്ച് കൂടി കൂടുതൽ ചോദിക്കാം. എത്രയാണെങ്കിലും അവൻ വഴങ്ങാതിരിക്കില്ല. വേണു പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ തരുവോ? തരണോ അച്ഛാ? തരാതെ എന്താണ്, ഞാൻ ഒഴിവായി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവനൊരു ഡിവോഴ്സ് വേണമെങ്കിൽ അവൻ എനിക്ക് പൈസ തന്നേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോ വേണു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. അല്ല, നേരത്തെ നവീൻ വക്കീല് പറഞ്ഞത് പതുക്കെ കേസ് കൊണ്ട് പോയാൽ മതിയെന്നല്ലേ. ഇപ്പൊ അയാള് പറയുന്നു പെട്ടെന്ന് വേണമെന്ന്. ആനി നിർബന്ധിക്കുന്നോണ്ടായിരിക്കും. അവൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അബിയുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ശരിയാ. എന്താണെങ്കിലും ശരി, ഞാൻ എന്താണെങ്കിലും ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ എനിക്ക് പൈസ കിട്ടാതെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, അത് മതി മോളെ, എന്താണെങ്കിലും നമുക്ക് കടം വീട്ടാനുള്ള കുറച്ച് പൈസ കിട്ടണം. അല്ലാതെ മോൾ ഒരു കോംപ്രമൈസിനും തയ്യാറാവണ്ടെന്ന് പറഞ്ഞു. ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി വന്നിട്ട് ചോദിച്ചു, എന്താ മുത്തശ്ശ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ. ആ അതെ, നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി ചോദിച്ചു, എന്താ മുത്തശ്ശ? ഇനിയിപ്പം ജ്വല്ലറിയെ സംബന്ധിക്കുന്നതാണോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെയുള്ള സംശയം അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇന്റർനാഷണൽ ഡിസൈൻ ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിയും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അല്ല മുത്തശ്ശ, അതിന് പങ്കെടുക്കണം. പങ്കെടുത്ത് ഉറപ്പായിട്ടും നമ്മുടെ ജ്വല്ലറി ആയിരിക്കണം ഇത്തവണ സമ്മാനം നേടേണ്ടതെന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ ഡിസൈനർ നയനടുത്തിയാണല്ലോ. അപ്പം നയനടുത്തിയോട് ഞാൻ പറയാന്ന് പറഞ്ഞു. പിന്നെ ആദർശന്റെ സഹായം തേടാം. എന്തിനാടാ ആദർശന് സഹായം തേടുന്ന? എന്തിനാ? നീയല്ല കമ്പനിയുടെ MD, പിന്നെ നീ എന്തിനാ ആദർശന്റെ സഹായം തേടുന്നേ? അല്ല മുത്തശ്ശ, അത് പിന്നെ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആദർശനോട് ചോദിച്ചിട്ടാ ചെയ്യാറുള്ളൂ. ഓഹോ, അപ്പം ഇപ്പോഴും നിനക്ക് ആ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ലല്ലേ? നിനക്ക് സ്വന്തമായിട്ട് ഇതുവരെയായിട്ട് ആ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ നീ എന്തിനാ MD കസേര കയറി ഇരിക്കണേ എന്നൊക്കെ ചോദിച്ചു. മുത്തശ്ശൻ കുറെ ദേഷ്യപ്പെട്ടു. അനി പറഞ്ഞു, അല്ല മുത്തശ്ശ, എന്നെക്കാളും കൂടുതലായിട്ട് ആദർശാണ്ടാണ് കമ്പനിയെക്കുറിച്ച് അറിയാവുന്നത്. ഞാനിപ്പോൾ ആ കസേര കയറി ഇരുന്നാലും കമ്പനിയുടെ ഓരോ വിജയത്തിന്റെ പിന്നിൽ ആദർശാണ്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ, വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ മുമ്പ് തന്നിട്ടുണ്ട്. MD ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും അതിൻ്റെ ക്രെഡിറ്റും അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് തന്നെയായിരിക്കും. അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അനിയൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അവന് സങ്കടമായെന്ന് തോന്നേ. എനിക്ക് മനസ്സിലായി അവന് സങ്കടമായെന്ന്. തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നിവൃത്തിയുള്ളൂ. ഞാൻ നയനമോളോടെ ഫെസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾ ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത്തവണ പ്രൈസ് നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ ആ ഏൻ ജ്വല്ലറിയുടെ മാളവിക നമ്മുടെ ആളാണല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിലൊരു ഭയവും വേണ്ട. മുത്തശ്ശി പറഞ്ഞു, ആദർശ് എനിക്കറിയായിരുന്നു അവൻ ഉറപ്പായിട്ടും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന. അതുകൊണ്ടാണ് അവൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞ കണക്ക് മാളവിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞു, അതെ, എനിക്കെൻ്റെ കൊച്ചുമോനിൽ വിശ്വാസമുണ്ട്. അവനോട് നിന്ന് ഇറങ്ങിപ്പോയാലും തലയെടുപ്പോട് കൂടിയിട്ട് തന്നെ തിരികെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് അനി നയനയെ കാണാനായിട്ട് ചെന്നു. പിന്നീട് നയനോട് കാര്യങ്ങൾ സംസാരിക്കണം. നയനടുത്തി, ഒരു ഇന്റർനാഷണൽ ഡിസൈൻ ഫെസ്റ്റ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്, കമ്പനിക്ക് വേണ്ടിയിട്ട് നയനെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നയന നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതായിരുന്നല്ലോ. അപ്പോഴേക്കും നയന അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, അല്ല അനി, അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് ഇഷ്ടപ്പെടുവോ? മുത്തശ്ശൻ്റെ കാര്യമൊന്നും നയനടുത്ത് ചിന്തിക്കുകയോ പോലും വേണ്ട. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നമുക്കായിരിക്കണം ഈ തവണ ഫസ്റ്റ് കിട്ടണ്ടേ. നമ്മൾ ഒന്നാമത് എത്തണമെന്ന് പറഞ്ഞു. ഏൻ ജ്വല്ലറിയെ തറ ഭരിച്ച് വേണം നമ്മൾ ഒന്നാമത് എത്താനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ശരി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയാം നയനടുത്തേക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. കാരണം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. നയന പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ, എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു, പിന്നെ അനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? നന്ദുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. അത് കേട്ടപ്പത്തിന് അനി പറഞ്ഞു, എന്താ? അല്ല, നീയോ അവന്തികയും തമ്മിലുള്ള വിവാഹം നിനക്ക് സമ്മതമല്ല നീ പറയുന്നുണ്ട്. നന്ദു ആണോ അതിൻ്റെ കാരണം? എന്താ നയനടുത്തി എന്താ ഇങ്ങനെ?
എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനൊന്നുമില്ല. ഞാനും നന്ദുവും തമ്മില് ഫ്രണ്ട്സാ, അതിനപ്പുറമൊന്നുമില്ല. ഫ്രണ്ട്സാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴല്ലേ ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലോ. അതുകൊണ്ടേ അദ്ദേഹം കൂടിക്കാഴ്ചകളും കാര്യങ്ങളും ഫോൺ വിളികളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അതിന് ഞങ്ങള് ഫ്രണ്ട്സ് ആണല്ലോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവന്റെ ആയിട്ടുള്ള വിവാഹത്തിന് നീ ഇതുവരെയായിട്ട് സമ്മതിച്ചിട്ടില്ല. ചോദിച്ചു കഴിഞ്ഞപ്പം നീ അവളെ സഹോദരിയെ പോലെ കാണുന്നേന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട. ഇപ്പോഴും നിന്റെ മനസ്സിൽ നന്ദു തന്നെയല്ലേ? അതുകൊണ്ടല്ലേ നീ ആ വിവാഹത്തിന് സമ്മതിക്കാത്തെ? എനിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടിയില്ല. കാരണം എനിക്കറിയാം തൻ്റെ മനസ്സിൽ നന്ദു ഉള്ളൂ. ആ വിവാഹം കഴിക്കുമെങ്കിൽ നന്ദുവിനെ മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ലല്ലോ. നയനടുത്തോട് പറയാൻ പറ്റാത്തതുകൊണ്ട് അനിത് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല നയനടുത്തി. എനിക്ക് നന്ദുവിനോട് വേറെ രീതിയിലുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാ. ആ രീതിയിലുള്ള സംസാര കാര്യങ്ങളൊക്കെ ഉള്ളെന്ന് പറഞ്ഞ് അനി പെട്ടെന്ന് അവിടുന്ന് ഒഴിവാനായിട്ട് ശ്രമിച്ചു. ഈ സമയത്ത് നാഗേന്ദ്രനെ കാണാനായിട്ട് അഭി വന്നു. അങ്ങനെ അഭിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അഭിയോട് നാഗേന്ദ്രൻ പറഞ്ഞു, ഇത്തവണത്തെ ആ ഇന്റർനാഷണൽ ഡിസൈൻ ഫെസ്റ്റ് നമ്മൾ വേണം സമ്മാനം കൊണ്ടുപോകാനായിട്ട്. കാരണം അത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. മൂർത്തി ജ്വല്ലറി ഉറപ്പായിട്ടും വരും. നയന ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കാരണവശാലും അവൾക്കായിരിക്കില്ല പ്രൈസ് കിട്ടുന്നത്. നമ്മുടെ ഡിസൈനിങ് ആയിരിക്കണം, മാളവ്യ ഡിസൈൻ ആയിരിക്കണം ഒന്നാമത് എത്താനായിട്ട് പോവേണ്ടത്. അഭി പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് അച്ഛൻ പേടിക്കണ്ട. ഈ പറയുന്ന നയനയുടെ ഡിസൈനേക്കാളും എന്തുകൊണ്ടും നല്ല ഡിസൈൻ മാളവിക ഡിസൈൻസ് തന്നെയാണ്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തവണ നമ്മൾ എന്തായാലും നമ്മൾ പ്രതികാരം ചെയ്യും. കഴിഞ്ഞ തവണ നമുക്ക് ആ ഡീല് കിട്ടിയില്ല. പക്ഷെ ഈ തവണ ഉറപ്പായിട്ടും നമ്മൾ ഈ ഫെസ്റ്റിന് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ സമ്മാനം മേടിക്കും. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അത് മാത്രമല്ല നന്ദുവിൻ്റെ കാര്യത്തിൽ ഇനിയും തീരുമാനം എടുക്കണം. അവൾ രക്ഷപ്പെട്ടു പോയി. പക്ഷെങ്കിൽ അവൾ പുറത്തേക്കുന്നത് നമുക്ക് അപകടമാണ്. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. പക്ഷേ എങ്കിൽ ഇനി പെട്ടെന്നൊരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അവർക്ക് എന്താണെങ്കിലും സംശയം തോന്നിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. കാരണം ഞാനാണോ ഇനിയിപ്പോൾ ഏൻ ജ്വല്ലറിയുടെ പിന്നിൽ നിന്ന് അവരന്വേഷിച്ച് കണ്ടെത്താനായിട്ട് അധികം നാളൊന്നും ബാക്കിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അറിയാലോ. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാച്ചാ. അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവന്തികയുടെ വിവാഹം അനിയുമായിട്ടുള്ള അതും നടക്കണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ, അവളെ ഒഴിവാക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും അനന്തമൂർത്തിയെ ജയിക്കാണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇനി വരുന്ന ഓണം, വിഷു നമ്മളെടുത്തു, ഇനി ഓണം നമുക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ കമ്പനിയിലായിരിക്കണം ഏറ്റവും കൂടുതൽ, കടയിലായിരിക്കണം സെയിൽ കൂടുതൽ നടക്കേണ്ടത്. ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറി ഉയർന്നു വരാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അക്കാര്യമൊക്കെ അച്ഛൻ എനിക്ക് വിട്ടേരെ, എന്നെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അതെ, വായും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നയനയുടെ അടുത്തേക്ക് ആദർശ് വന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആദർശോട് നയന ആ ഇന്റർനാഷണൽ ഫെസ്റ്റിനെ കുറിച്ചൊക്കെ പറയാം, ഡിസൈൻ ഫെസ്റ്റിനെ കുറിച്ച്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, എന്താണെങ്കിലും നീ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണെങ്കിലും ഈ തവണ ആ ഫെസ്റ്റ് വിജയിക്കും. എനിക്ക് ഏൻ ജ്വല്ലറിയെ തറ പറ്റിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഇപ്പം മുത്തശ്ശൻ്റെ മുന്നിലേക്ക് തലയെടുപ്പോടുകൂടി എനിക്ക് ചെല്ലണമെങ്കിൽ അവരെ തറ പറ്റിച്ചേ മതിയാവുള്ളൂ. ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാ കളിക്കണേന്ന്. അധികം വൈകാതെ അവരെ പുറത്തെത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്നൊക്കെ ആദർശ് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയനയ്ക്ക് സന്തോഷമായി. കാരണം നയനയ്ക്കറിയാം അധികം വൈകാതെ തന്നെ ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ ആരാ ഉള്ളെങ്കിൽ അവനെ പൊക്കുന്നു. അപ്പോൾ ആദർശ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നാഗേന്ദ്രനാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നാഗേന്ദ്രനാണെങ്കിൽ അയാൾക്ക് ഏൻ ജ്വല്ലറിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു ആദർശ്. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അഭിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അഭിയായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പുറപ്പാടിലായിരുന്നു ആദർശ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.